Hey guys, welcome back to our channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർച്ച് 10, നാളെ മാർച്ച് 11. നാളെ ആവാൻ ഇനി അരമണിക്കൂറുകൾ കൂടി മാത്രം. അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഷീനാത്തയുടെ ബർത്ത്ഡേ ആണ് കേസ്. അപ്പം നല്ലൊരു ഉഗ്രൻ സർപ്രൈസ് കൊടുക്കാൻ സംഭവം പ്ലാൻ എന്താന്ന് വെച്ചാൽ അവർ 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. മീൻസ് അനീച്ചായും കുഞ്ഞും ഷീനാത്തായും കൂടി 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. അതിൻ്റെ പിറകെ ഞാനും അനീച്ചയുടെ കുറച്ച് ഫ്രണ്ട്സും ഉമ്മച്ചിയും ആസിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടുന്ന് നേരെ താന്നിയിലേക്ക് പോകും. ഓക്കെ, ഇവർ പോകുന്നതിൻ്റെ പിറകെ ഞങ്ങൾ പോയി ഫുള്ള് സെറ്റാക്കും. അതൊക്കെയാണ് പ്ലാൻ. ഷീനാത്ത് ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നീ ഒരുങ്ങ്, നമുക്ക് 3 പേർ കൂടി പോകാൻ താന്നിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്നത് വരെ നമ്മൾ റെഡി ആവാണ്ട് നിൽക്കണം. ഇറങ്ങി കഴിഞ്ഞാൽ ഉടൻ പെട്ടെന്ന് റെഡിയായി സെറ്റായി പെട്ടെന്ന് ഇറങ്ങാം. അവരുടെ ബാക്കിൽ പോയി സർപ്രൈസ് ചെയ്യാന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പ്ലാൻ മാറുമോ എന്തോ ഒരു ഐഡിയ ഇല്ല. ഞാൻ അനീച്ചയുടെ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾ അനീത്തയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഇക്ക ഫുള്ള് ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ അനീച്ച വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോകുന്നതിൻ്റെ പിറകെ നിങ്ങൾ ഒരുങ്ങി ഇറങ്ങണം. ഇപ്പം ഞാൻ ഡ്രസ്സ് പോലും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എന്തായാലും ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. മഴ അനീച്ച വന്നിട്ടുണ്ട്. ഇനി അനീച്ചയും ഇത്രയും കൊണ്ട് റെഡിയായി പോകാനാണ് പ്ലാൻ. ചെറുതായിട്ട് അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ ചെറുതായിട്ട് ക്ലിപ്സ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഉടനെ പോണം എന്നും ഒന്ന് കറക്കം. തിരിച്ചു വരുമ്പോഴായിരിക്കും റൂമിലെ പൂച്ച. ശരിയാ പറഞ്ഞു. 2 seconds later. എന്താ ഞാൻ കണ്ട് എന്ത് ചെയ്യാനാ മണ്ടന്മാരായി. ഞാനേ എന്റെ അടുത്ത് എന്നെ വഴക്ക് പറഞ്ഞു ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങണമായിരുന്നോ. ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടാണ് അവന്മാർക്കിടന്ന് സെറ്റ് ആയാക്കാൻ ഞാൻ കണ്ടില്ല. എന്തായാലും ഒരുങ്ങി ഇറങ്ങിയാലും നമുക്ക് കേക്ക് കൊടുക്കൊന്നും വേണം. ചീറ്റിപ്പോയി. കേക്ക് ചെറുതെ ഫ്രിഡ്ജ് അല്ല ഞാൻ നോക്കുന്നത് ഇനിയിപ്പോ ഇത് വന്നിട്ട് മുറിക്കാം. കല്ലും തൂക്കി പോയിടും. A few moments later. ഗൈസ് വലിയൊരു സംഭവമുണ്ട് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ ഗൈസ് നമ്മൾ പോകാൻ പോവാണ്. ഇതിന്റെ ഇടയ്ക്ക് വലിയൊരു കോമഡി നടന്നു. സംഭവം എന്താ നടന്നതെന്ന് വെച്ചാല് അനീച്ചായി ഷീനാത്തായി ഇറങ്ങാൻ നേരത്ത് ഒരു ഇക്ക കൊണ്ടുവന്ന് കേക്ക് അവരുടെ മുന്നിലങ്ങ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ വെളിയിൽ നിൽക്കും അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഈ ഇക്ക തിരിഞ്ഞിരുന്നിട്ട് ഇവര് വണ്ടി വിട്ട് പോയിട്ട് ഡാടാ നില്ലടാന്ന് പൊമ്മച്ചൻ ഇല്ല മോനെ ഞാൻ കൊണ്ടു എന്നിട്ടൊന്ന് വിളിക്കുക. പാവ ആയിക്കാക എന്താ അറിയാൻ വയ്യാണ്ടായി. അപ്പം ഗൈസ് ഞാനിപ്പോ ഉള്ളത് ഷാദിന്റെ കൂടെയും ഫൈസലിന്റെ കൂടെയുമാണ്. ഇവരാണ് മാസ്റ്റർ ബ്രെയിൻ. ഫൈസലിന്റെ പേര് പറയാൻ പാടില്ല. ഉമ്മ പേടിക്കണ ഞങ്ങളോടുകൂടെ. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളവിടെ താന്നിയിൽ എത്തിച്ചിരിക്കും. തിരിച്ചു വരുമ്പോ പൈസ എടുക്കുന്ന. അപ്പൊ ഉമ്മ ആലോചിച്ച് നോക്കിയേ. അതാണ് ഇപ്പൊ പൈസയിലൂടെയാണ് ഇപ്പൊ ഇരിക്കട്ടുള്ളത്. കേക്ക് വെക്കാൻ കേക്ക് വെക്കാൻ സ്റ്റൂൾ എടുക്കാൻ പറഞ്ഞു. ഒന്നു മതി വേണ്ട
എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് കയറത്തില്ലല്ലോ. നീ കേറി ഇരുന്നേ. ഇത് മതി പിടിച്ച്. അപ്പൊ കേക്ക് ബാക്കി പിടിച്ച്. കേക്ക് ബാക്കി പിടിച്ചോ. ഗൈസ് നമുക്ക് ഇത്തായ വിളിച്ച് വിഷ് ചെയ്യാം ഗൈസ്. ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു യു. എവിടാ? ഞങ്ങൾ ഉറങ്ങുകയാണേ. ആ നാളെ കട്ട് ചെയ്യാ. ഓക്കേ ഓക്കേ ഓക്കേ. കുഞ്ഞിറങ്ങിയാ? ഓക്കെ. നിങ്ങള് യാത്ര ചെയ്തോണ്ടേ ഇരിക്കുകയാണോ? എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം. ബീച്ചിൽ കൂടെ വന്ന് അവിടുന്ന് വേറെ വഴി കൂടെ തിരിച്ചു. പക്ഷെ സൈഡിൽ ബീച്ചുണ്ട്, നല്ല സ്ഥിര. പെട്ടെന്ന് വരണേ, പെട്ടെന്ന്. കാക്കത്തോടാ കാക്കത്തോടാ? പെട്ടെന്ന് ആയോ? എന്തോമ്മേ പെട്ടെന്ന് വരാൻ. പെട്ടെന്ന് ചെല്ലായിരുന്നു. ആമാ വരാം. ഓക്കെ. ബർത്ത്ഡേ 24 വയസ്സായിരിക്കും. എത്ര പെട്ടെന്നമ്മ ഞാൻ വയസ്സായി തുടങ്ങും. കെട്ടിക്കാൻ വിഷമിക്കണ്ട. ശരി ശരി ശരി. എവിടെ പോയി വെച്ച്? കാക്കത്തോട് എവിടെ വെച്ച്? എത്തിയില്ല നമ്മള്. ആ നല്ല രസമുണ്ട്. നൈറ്റ് ലൈഫ് എല്ലാരും കൂടെ അവിടെ നിൽക്കൂല, അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടാ. അവൻ പറഞ്ഞ ആദ്യം അവിടെ പോവാ. നമ്മളവിടെ പടക്കം പൊട്ടിക്കുമ്പോഴത്തേക്ക് എല്ലാരും ജാമ്യത്തിൽ എടുക്കാൻ ആരെങ്കിലും വേണ്ടി വരും. ഇത് വെക്കാൻ ഗൈസ് നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആ സാധനമൊക്കെ ഉണ്ട്. മറ്റേ നീ എവിടെ കയറി പോകുക? ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദോ അവിടെ ആരോ മാന്തുന്നു. എന്താ നിങ്ങളെവിടെ പോകുന്ന ആ പെട്ടിയും കൊണ്ട്? ആ അത് വ്ളോഗിൽ പറയട്ടെ ഞാൻ. ഇന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഇക്കാടെ മുഖം ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കും ഞാൻ. കമ്പം പൊട്ടിക്കും നമ്മൾ. ആ ഓക്കെ ക്യാരി ഓൺ. സൗണ്ട് ഇല്ലാതെ പൊട്ടിക്കാൻ പറ്റുമോ? ആ പൈസ കാണിക്കട്ടെ. ആ പറ, കുഴപ്പമില്ല, ആരും കാണത്തൊന്നുമില്ല. പറ. ആ പറ, എന്നിട്ട് പറഞ്ഞോട്. കമ്പം അറിയാത്ത ആളുകൾ എന്താ? ആ അതെനിക്കറിയാം. ഇതിനകത്ത് ഇങ്ങനെ കുഴിച്ചു വെക്കൂ ഇത്. ഓ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങള്. ഓക്കെ ഇല്ല. ആ വരുന്നു. അല്ല എല്ലാരും എന്നെ പേടിച്ച് പോകുന്നടേ. നിന്നെ പേടിക്കാതിരിക്കോ? കേക്ക് സെറ്റാണ്. അമ്മ പേടിക്കാതിരിക്കും. നമുക്ക് ഇത് കളയാം. ഇതിങ്ങനെ അറുത്ത് കളയാം. സാറ്റിസ്ഫാക്ഷൻ. നീ ഇങ്ങനെ കേറിയെന്ന് കേക്കില്ലെങ്കിൽ അവൻ വരുമ്പോ മണ്ണീന്ന് എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നൂര് കേക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അളിയാ. ശരി എന്നില്ലളിയാ, അതിനകത്തല്ലളിയാ, ഈ സൈഡിൽ വെക്കാനിമ്മ. അതെങ്ങനെ ഇതിനകത്ത് ഉരുക്കുന്ന? അതാണ് എന്റെ പൊന്നൂന്, അതറിയത്തില്ല നിനക്ക്. അങ്ങനെ വെച്ച് ഇരിക്കോ? അങ്ങനെയല്ലടാ, അല്ലാതെ എനിക്ക് താണ്ട് പൊട്ടിച്ച ആള് വന്നു. അങ്ങനെ വെച്ചാ പോരെ എന്റെ അളിയാ. പേടിക്കേ വേണ്ട, കൺഫേം അല്ലേ? എന്തോ തപ്പുന്നു. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. അതുകൊണ്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ച് പറയണം. ഞങ്ങള് അളിയാ താനി വന്ന് കേസ്.
സർപ്രൈസ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ പാട്, ഹാപ്പി ബർത്ത്ഡേ പാട്. ഇതെന്തിനാ? അത് വേണ്ട, ഒരു ബർത്ത്ഡേയുടെ ശീലം മാറിയില്ല. എടാ ഇത് ഇർഫാനല്ലേ? മുജിബ എന്റെ കൂടെ പഠിച്ചതാ. നിനക്ക് അത് തന്നെയാണോ? നിനക്കും ഹാപ്പി ബർത്ത്ഡേ ഉമ്മയുടെ ബർത്ത്ഡേ. Run. എന്താ കൊടുക്കണ്ടേ? മേടിച്ചോ? ക്യാമറമാൻ സുരേഷിനൊപ്പം രമേശ്. അതിന് സ്കെച്ചാണ്. Guys, successfully completed. ഒരു കടം ബാക്കിയുണ്ട് എനിക്ക്. എടുത്തോ, നല്ല സൂപ്പറായിട്ട് എടുത്തോ. ഇതല്ല അടുത്ത വർഷത്തെ ക്രിസ്മസ് പപ്പേ വേണമായിരുന്നു. എന്റെ വൈനല്ലേ അയ്യേ ഒന്നുമില്ല. അയ്യേ ചമ്മി. ഓക്കെ ശരി. ഹാപ്പി. എൻ്റെ ആകാം. പിത്താക്ക് ഈ കൂട്ടത്തിൽ ഒരാളടുത്ത് ഒരു വൈരാഗ്യമുണ്ട്, അതിപ്പോ തീർക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കണ്ണി വീണ മണ്ണെന്ന് പാവം. വേണ്ടേ? വേണ്ട. അതോ ഞാൻ കേക്ക് വാരി തരുവാ. കണ്ണി വീണ സോറി ഇരട്ടകളാ. ഓക്കെ
അനീസ് ഒരു ഉടുക്കട ഫൈസൽ എടുത്ത് തന്നു ഇല്ലേ ഷക്ഷ എടുത്ത് തന്നു അനീസ് ഒരു പാന്റ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു ഫൈസലിനാന്ന് പറഞ്ഞു വേറെ പറഞ്ഞു നിങ്ങൾ ഇടത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ കൊണ്ടുവന്ന് അതിനകത്ത് ഇതൊക്കെ തേച്ച് ഞാൻ കൈ വെച്ചൊക്കെ ബാക്കിൽ ഷീന ഷാൾ ഒതുങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് കൈ വെച്ചിട്ട് നിക്ക് പറയാ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ക്യാമറ എങ്ങോട്ട് നോക്കിയോ? ഒരാള് മാത്രം ഉമ്മ മാത്രം നിന്നില്ല. ഉമ്മ നിന്ന് അല്ല ഒരു തുള്ളി മാത്രം തേക്കും, അല്ലാതെ ബോത്ത് മൊത്തം തേക്കും. മാത്രം ബോത്ത് നിൽക്കുന്നത് എല്ലാരും കൂടി പിടിക്കും. നേരെ നിക്കി കവളി മാത്രം ചെറുതായിട്ട് തേക്കത്തോളൂ. ഇല്ല ഇതുപോലെ വാപ്പാകല്ലേ അത് കുഴപ്പമില്ല, മതി. ഒരു ഭംഗിക്കല്ലേ ഇതൊക്കെ. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു സത്യം പറഞ്ഞ. അവിടെ വെച്ച ചീറ്റി പോയെങ്കിൽ ഇവിടെ വെച്ച സൂപ്പർ ആയിരുന്നു. അവിടെ വെച്ച് വൻ ഫ്ലോപ്പ് ആയിരുന്നു. ആ അത് അനുഭവിച്ചില്ലേ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും പോകുന്നു. ഇതിനകത്ത് കോമഡി നമ്മൾ വന്നത് തന്നെയാണ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ. എന്തായാലും അടിപൊളിയായിരുന്നു. മുഖത്ത് ഫുള്ള് സ്നോ സ്പ്രേ, ഷോളില് ഫുള്ള് സ്നോ സ്പ്രേ എല്ലാം അടിച്ച് കുളമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതെന്തായാലും എൻജോയ് ചെയ്തു, എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. പരിപാടി. അപ്പൊ മൈൻഡ് പറഞ്ഞിട്ടോ. ഓക്കെ, വൈൻഡ് അപ്പ്.